الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ ചില കാരണങ്ങൾ നാം കണ്ടെത്താറുണ്ട്. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മൾ തീരുമാനിക്കും ഇനിയുള്ള ഡ്രൈവിങ്ങും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. കച്ചവടത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചൊരു പരാജയം അനുഭവപ്പെട്ടാൽ ഇനി അങ്ങോട്ട് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കുമെന്ന് തീരുമാനിക്കാറുണ്ട്. കുടുംബത്തിലൊരു മരണം സംഭവിക്കുമ്പോൾ ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ജീവിതത്തെ കാണണം, ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ട്. അതുപോലെ ചിലരെങ്കിലും ചില തീരുമാനങ്ങൾ ഒരു പുതിയ വർഷത്തിൽ എടുക്കാറുണ്ട്. നമ്മളും ചിലപ്പോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ സദാസമയവും അവന് ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് ഏതൊരു കാര്യത്തിൽ. പക്ഷേ പിശാച് നമ്മെ അതിൽ നിന്നൊക്കെ തെറ്റിച്ചു കൊണ്ടുപോകും. ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ എന്തിൽ നിന്നാണ് പിശാച് തെറ്റിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ്. എന്റെ മരണം എപ്പോഴും അകലെയാണ് എന്നാണ് പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുക. അപ്പൊ സ്വാഭാവികമായും ആ പിശാചിന്റെ ചിന്തയെ മറികടക്കാൻ ഇത്തരം ചില അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കലണ്ടർ മാറുമ്പോ ഒരു ആഘോഷത്തെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുകയും സംസാരിക്കുകയും അതൊക്കെ കഴിഞ്ഞു പോവുകയും ചെയ്ത കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം,
ഞാൻ മരണത്തോട് ഏറ്റവും കൂടുതൽ അടുത്തു എന്ന്. ഈ ചിന്ത ഉണ്ടായാലുള്ള ഗുണമെന്താ? ആ ചിന്ത ഉണ്ടായാൽ ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. മരിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് മരണത്തിന് ശേഷം എന്ത് എന്ന് മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കടന്നു പോകുമ്പോൾ നാം മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ മരണത്തിലേക്കാണ് അടുക്കുന്നത്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം എന്നിലേക്ക് അടുത്തടുത്തു വരുന്നു. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനിയാവ് നിങ്ങളിൽ നിന്ന് അകന്നകന്നു പോവുകയും ആഖിറം നിങ്ങളിലേക്ക് അടുത്തടുത്തു വരികയും ചെയ്യുന്നു എന്ന ചിന്ത മനുഷ്യരെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തണം എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ദീനിയായ കാര്യങ്ങൾ ഏതാണ്? കുറേയധികം വിഷയങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ അറിവ് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെയാണ്. മനസ്സിനെ നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ നല്ല പശ്ചാത്തലങ്ങൾ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നന്മയുടെ കുറെ പശ്ചാത്തലങ്ങളുണ്ട്. നല്ല തറവാട്, നല്ല ഫ്രണ്ട്സ്, ഒരു ജോലി, ഒരു സാമ്പത്തിക സുരക്ഷിതത്വം, അല്ലെങ്കിൽ മാന്യമായ ഇടപെടലുകൾ ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് മാത്രം ഒരാൾ നല്ലവനാണ് എന്ന് നാം വിചാരിക്കുക. സ്വന്തത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറിച്ച് സ്വകാര്യമായി തിന്മകളിൽ അഭിരമിക്കുന്നവരാണ് പിശാചിന്റെ കെണിയിൽപ്പെട്ടിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകൾ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ മരണം അകലെയാണ് എന്ന പിശാച് നമ്മെ തോന്നിപ്പിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ സ്വകാര്യമായ തിന്മകൾക്ക് പുറമെ വളരെ രഹസ്യമായി പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ഹറാമായ സമ്പാദ്യങ്ങൾ അവർ വാരിക്കൂട്ടുകയും ചെയ്യുന്നു. മറ്റൊന്ന്, പലപ്പോഴും രഹസ്യമായി വഴിവിട്ട ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവരും ധാരാളമായി സമൂഹത്തിൽ നല്ലവരാണ് എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നമ്മൾ കാണും. ഒരാളെ ചതിക്കുന്നതിനോ, അല്ലെങ്കിൽ ഒരു കളവ് പറയുന്നതിനോ, ഒരു ഏഷണി പറയുന്നതിനോ, ഒരു പരദൂഷണത്തെക്കുറിച്ച് തനിക്ക് കേട്ട ഒരു വിവരം അങ്ങനെ തന്നെ പ്രചരിപ്പിക്കുന്നതിനോ യാതൊരു മടിയും ഇല്ലാത്ത ആളുകളായി മനുഷ്യർ മാറും. ഇത് നമ്മെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നിടത്ത് മനുഷ്യ മനസ്സിന്റെ സൃഷ്ടിപ്പിലുള്ള ഒരു പ്രത്യേകത അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. മനുഷ്യന്റെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. അത് എപ്പോഴും അവനോടുള്ള സംഭാഷണത്തിൽ, അവനോടുള്ള സംസാരത്തിൽ, സ്വന്തത്തോടുള്ള സംസാരത്തിൽ അത് തിന്മയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുക എന്നതാണ്. അവിടെയാണ് ഈമാനുള്ള ഒരു മനുഷ്യൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, വിചാരണയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, മരണമുണ്ട് എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, നാളെ എന്റെ ഈ ചിന്തക്ക് എങ്ങനെയാണ് ഒരു പ്രതിഫലം ഉണ്ടാവുക, എന്താണ് രക്ഷയാണോ ശിക്ഷയാണോ എന്നവൻ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിക്കൊണ്ടാണ് ഈ ഒരു സ്വഭാവം മനുഷ്യന് നൽകിയിട്ടുള്ളത്, മനുഷ്യ മനസ്സിന് നൽകിയിട്ടുള്ളത്. ഇന്ന നഫ്സ്, നമ്മൾ പഠിക്കണം കേട്ടോ. തീർച്ചയായും മനസ്സ് എന്നാ പറഞ്ഞ് അതിൽ തെറ്റ് സംഭവിക്കൂല. അത് അവനോട് എപ്പോഴും ഇടത്തോട്ടാണ് സംസാരിക്കുക, അല്ലെ? ഒന്ന് പരിഹസിക്കുന്നത്, അത് പരിഹസിക്കുന്നതിന് മുൻപ് അവൻ ചിന്തിക്കുക പോലുമില്ല, പരിഹസിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചിന്തിക്കുക. എന്നാൽ നിസ്കാരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി, നിസ്കരിക്കണോ വേണ്ടെന്ന് 10 വട്ടം ചിന്തിച്ചിട്ടാണ് നിസ്കരിക്കുക.
നന്മ അങ്ങനെയാണ്. ഒരാൾക്ക് റോഡ് സൈഡിൽ നിൽക്കുമ്പോ ഒരു 10 രൂപ കൈ നീട്ടുമ്പോ കൊടുക്കണമെങ്കിൽ 3 വട്ടം ചിന്തിക്കും. എന്നാൽ അവിടെ ഒരു മോശപ്പെട്ട കാഴ്ചയുണ്ട്, മോശപ്പെട്ട ഒരു വർത്തമാനത്തിന് അവസരമുണ്ട്, ഒരു ചിന്തയില്ല, അതിന് മുമ്പ് അതിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ടാവും. ഒക്കെ കഴിഞ്ഞ് ചിലപ്പോ കുറച്ചൊക്കെ ഈമാനിലൊക്കെ എന്തിനായിരുന്നു ഇപ്പൊ അത്, ഞാനിപ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, ഞാനിപ്പോ സുബഹി നിസ്കരിച്ചതല്ലേ ഉള്ളൂ, അല്ലെ? അങ്ങനെ ചിന്ത. അപ്പൊ പിശാച്, ഈ ഒരു മനസ്സ്, പിശാചിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാധീനം നമ്മുടെ മനസ്സിന് നൽകിയിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവണം. എന്താണ് പിശാചിന് കീഴ്പ്പെട്ടാൽ സംഭവിക്കുക? നമ്മുടെ മനസ്സിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? റഹ്മാനായ റബ്ബ് പറയാ, സുമ്മ ഖസത്ത് ഖുലൂബുകും മിൻ ബഅദി ദാലിക. ആ പിശാചിന്റെ വാക്കുകൾ കേട്ട് കളവ് പറഞ്ഞും തോന്നിവാസങ്ങൾ ചെയ്തും കണ്ടും പ്രവർത്തിച്ചും നീ അങ്ങനെ മുന്നോട്ട് പോയാൽ നിന്റെ ഹൃദയം നിനക്ക് കടുത്തു പോകുന്ന, ഖസത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും, പിന്നെ പ്രയോജനമില്ലാത്ത കറുത്ത ഒരു അവസ്ഥയിലേക്ക്, കടുത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. ഫഹിയ കൽ ഹിജാറ, അത് മനസ്സ് ചിലപ്പോ കരിങ്കല്ല് പോലെയാകും. എന്നാൽ നിർത്തിയിലല്ല, ഔ അശദ്ദു ഖസ്വ, ചിലപ്പോ കരിമ്പാറയേക്കാൾ കട്ടിയുള്ള കടുത്തതായി നിന്റെ മനസ്സ് തിന്മകൾ കൊണ്ട് മാറിക്കളയും, പിന്നെ ഒന്നും മേശൂല. ആ ആയത്തിന്റെ ബാക്കി എന്താ അറിയോ? കറുത്ത പാറയിൽ ചിലപ്പോൾ ചില വിള്ളലുകൾ ഉണ്ടാകും, അതിലൂടെ മനുഷ്യർക്ക് പ്രയോജനപ്പെട്ട നീരുറവകൾ വന്നേക്കാം. എന്നാൽ നിന്റെ മനസ്സിൽ നിന്ന് പിന്നീട് നന്മയുടെ ഒരു കണിക പോലും വരാത്ത വിധം അശദ്ദു ഖസ്വ, അതികഠിനമായ കടുത്തതായി മാറും എന്ന് മനസ്സിനെ കുറിച്ചാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായില്ല എങ്കിൽ പിന്നീട് ചെയ്യുന്നതൊക്കെ നിഷ്ഫലമായി തീരും എന്നറിയണം. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഹാസിബു, നിങ്ങൾ വിചാരണ നടത്തണം എന്നാണ്. ഹാസിബു എന്ന് പറഞ്ഞാൽ സ്വയം ഒരു ആത്മപരിശോധന, ഒരു വിലയിരുത്തൽ, സ്വന്തത്തോടൊരു ശിക്ഷ പ്രഖ്യാപിക്കൽ, സ്വന്തത്തോടൊരു സന്തോഷം പ്രകടിപ്പിക്കൽ, സ്വന്തത്തോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കൽ, സ്വന്തത്തോടൊരു നിന്ദിത തോന്നൽ, അതാണ് ഹാസിബു, ഒരു വിചാരണ. ഇന്ന് എന്തുണ്ടായി, ഞാൻ എന്താ പറഞ്ഞത്, ആ പറഞ്ഞത് ശരിയായോ, എന്റെ ആ പ്രവർത്തനം നന്നായി തീർന്നോ? അങ്ങനെ ഹാസിബു ഹാസിബു, ഓരോ സെക്കൻഡിലും സ്വന്തത്തെ നിങ്ങൾ വിലയിരുത്തണം. ഖബ്ല അൻ തുഹാസബു, കാരണം അതികഠിനമായൊരു വിചാരണ നിങ്ങൾക്ക് വരാനുണ്ട്. റഹ്മാനായ റബ്ബിന്റെ വിചാരണയുണ്ട്. അതിനു മുൻപ് നിങ്ങൾ സ്വന്തത്തെ വിലയിരുത്തി തൂക്കി നോക്കി പരിശോധിച്ച് എനിക്കെന്തു പറ്റി, ആ ചോദ്യത്തിന് താഴെ ധാരാളം ഉത്തരങ്ങൾ എഴുതാൻ കഴിയണം. അതിൽ ശരിയുള്ള ഉത്തരമുണ്ട്, തെറ്റിന്റെ ഉത്തരമുണ്ട്. തെറ്റിനു നേരെ തെറ്റിട്ട് ശരിക്കു നേരെ ശരിയിട്ട് തെറ്റിന് മായ്ച്ചു കളയാൻ അതികഠിനമായ പരിശ്രമം നമുക്കുണ്ടാവണം. അതാണ് വസ്സിനു, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ തൂക്കി നോക്കണം. ഖബ്ല അൻ തുവസ്സനു, നിങ്ങൾക്കൊരു കഠിനമായ തൂക്കി നോക്കൽ വരാനുണ്ട് അതിനു മുൻപ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം, നമ്മെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പലപ്പോഴും പലതും മറച്ചു വെക്കാൻ വളരെ വലിയ ഐഡിയകൾ ഉള്ളവരാണ് നമ്മൾ, അല്ലെ? നമ്മുടെ മൊബൈൽ ഫോണിന്റെ ലോക്ക് മുതൽ ഇങ്ങോട്ട് തുടങ്ങും നമുക്ക് ഒരാളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള സിസ്റ്റങ്ങൾ. നമ്മൾ വിചാരിക്കും എല്ലാം മറച്ചു വെക്കാൻ ഭയങ്കര കഴിവുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്. സഹോദരങ്ങളെ, മറച്ചു വെക്കാൻ കഴിയുന്നു എന്നതൊരു വലിയ കാര്യമായി നിങ്ങൾ കാണരുത്. കാരണം എന്താ അറിയോ, അതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. റഹ്മാനായ റബ്ബ് അതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ സൂറത്തു നിസായിലെ 108-ാമത്തെ ആയത്തിൽ അള്ളാഹ് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അല്ലാഹുവിൽ നിന്ന് ഒന്നും അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുകയില്ല. അള്ളാന്റെ അടുത്ത് നിന്ന് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ, അള്ളാഹുവിന്റെ കാഴ്ചയിൽ നമ്മളുണ്ട്. മാത്രമല്ല
മലക്കുകൾ നമ്മളുടെ മനസ്സിന്റെ ചിന്തകൾ പോലും രേഖപ്പെടുത്താൻ അള്ളാഹു കഴിവ് കൊടുത്ത മലക്കുകൾ ഉണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരാളൊരു തിന്മയെ കുറിച്ച് ചിന്തിച്ചു, അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നന്മയുടെ പ്രതിഫലം അള്ളാഹ് രേഖപ്പെടുത്തും. അത്രമാത്രം നമ്മുടെ ചിന്തയെ പോലും രേഖപ്പെടുത്തി വെക്കുന്ന ശക്തമായ രേഖപ്പെടുത്തൽ അള്ളാഹുവിന്റെ അടുത്തുണ്ട്. എന്തിന്? എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ആ ദിനം, മരണത്തിന് ശേഷമുള്ള ദിനം നീ വരും. എന്നിട്ട് യൗമ തുബ്ല അസ്സറായിർ. തുബ്ല എന്ന് പറഞ്ഞ ഓരോന്നെടുക്കുക, ഓരോ സെക്കൻഡ്, ഓരോ മൈക്രോ സെക്കൻഡ് നിന്റെ മനസ്സിന്റെ ചിന്ത, പ്രവർത്തനം, അതിനെക്കുറിച്ചുണ്ടായ അതിന്റെ അനന്തരഫലങ്ങൾ എല്ലാം എടുക്കും. തുബ്ല, ഓരോന്ന് മറിച്ചു നോക്കി പരിശോധിച്ച്. അസ്സറായിർ, അവിടെ രഹസ്യം എന്നാ പറഞ്ഞ. എല്ലാ രഹസ്യങ്ങളും അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നെടുത്ത് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടാവുകയും എന്റെ മനസ്സ് എങ്ങനെയാണ് എന്നോട് പ്രതികരിക്കുന്നത്, ആ മനസ്സിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്തുക. നല്ല വസ്ത്രം കൊണ്ടോ, നല്ല ജോലി സാധ്യത ഉള്ള ആളായതുകൊണ്ടോ, സാമ്പത്തിക സുസ്ഥിരത ഉള്ളത് കൊണ്ടോ, സമൂഹത്തിൽ മാന്യനായതുകൊണ്ടോ, അല്ലെങ്കിൽ നല്ല കുടുംബജീവിതം നയിക്കുന്നത് കൊണ്ടോ, പ്രത്യക്ഷത്തിൽ ഒരാളെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടു പോകരുത്. സ്വന്തത്തെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ വിലയിരുത്തുക. അവിടെ ചില കണ്ണുകൾ നിറഞ്ഞു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകും. അവിടെ മനസ്സൊന്ന് വേദനിക്കും. അവിടെ സ്വയം ഒരു വെറുപ്പ് തോന്നും. സ്വന്തത്തോട് തന്നെ ഒന്നിങ്ങനെ നോക്കുമ്പോ, ഞാനപ്പതില്ലേ, എന്നെ അറിയുന്ന ആളുകൾ എന്നെ ഇങ്ങനെ അല്ലല്ലോ വിലയിരുത്തുന്നത്. പക്ഷേ ഇതൊക്കെ അറിയുന്ന അല്ലാഹ് എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടാവും നമ്മെ, അല്ലെ? ഭാര്യക്ക് നല്ല ഭർത്താവായിരിക്കാം, നാട്ടുകാർക്ക് നല്ല ഒരു അയൽവാസിയായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, സഹായിയായിരിക്കാം. പക്ഷേ എല്ലാം അറിയുന്ന അല്ലാഹ് ഇങ്ങനെയൊക്കെ എന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് സ്വന്തത്തോട് ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന വിലയിരുത്തൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു നല്ല സാഹചര്യത്തെ നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ് ഈമാൻ ഉണ്ടാവുക, ഈമാന് നിലനിർത്താൻ കഴിയുക. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ ഒരു പരിശോധിക്കാനുള്ള ടൂള് പറഞ്ഞത് എന്താണെന്നറിയോ? സ്വന്തത്തെ പരിശോധിച്ചതിന് ശേഷം നീ ഒന്ന് ചുറ്റിലേക്ക് നോക്കുക. നിന്റെ ബന്ധങ്ങൾ ആരോടൊക്കെയാണ്, നിന്റെ സഹവാസം ആരോടൊക്കെയാണ്, ഓരോരുത്തരോടുമുള്ള നിന്റെ ബന്ധത്തിന്റെ ആഴവും അതിന് നീ കൊടുക്കുന്ന നിലയും വിലയും എന്താ, നീ ആരുമായൊക്കെ ബന്ധം പുലർത്തുന്നു എന്ന് നമ്മൾ നോക്കണം. അത് പറയാൻ കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണുവാൻ പറ്റും, സജ്ജനങ്ങളായ മനുഷ്യർക്ക് ചീത്ത സ്വഭാവം തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല മനുഷ്യർക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തെറ്റിനെ ആവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ ദുർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൽ സംഭവിക്കുന്ന അപകടം എന്തെന്നറിയുമോ സഹോദരങ്ങളെ? ആ തെറ്റിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തിന്മയോട് മൗനം പാലിക്കുന്നവർ, അല്ലെ, തിന്മയുടെ കൂട്ടുകാരുണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാം? ആ തിന്മയോട് മൗനം പാലിക്കേണ്ടി വരും. നമുക്ക് അങ്ങനെ സുഹൃത്തുണ്ടെങ്കിൽ, മദ്യപാനി, വ്യഭിചാരി, തോന്നിവാസി, പലിശ കച്ചവടക്കാരൻ, മാതാപിതാക്കളോട് നല്ല ബന്ധം സ്ഥാപിക്കാത്തവൻ, ഭാര്യയെ വേദനിപ്പിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങളോട് കൂടി ജീവിക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ അവനിൽ ഉണ്ടാകുന്നതിനോട് നമ്മൾ മൗനം പാലിക്കേണ്ടി വരും. തിരുത്താൻ കഴിയില്ല. മറ്റൊന്നെന്താ വെച്ചാൽ ചിലപ്പോൾ ന്യായീകരിക്കേണ്ടി വരും. റസൂലുള്ളാഹി പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ലയഅതിയന അലൈക്കും ഉമറ, ഒരു കാലം വരും അന്ന് നിങ്ങൾക്ക് ചില അമീറുമാർ, നേതാക്കന്മാർ, സ്വന്തത്തിനുള്ള ആളുകൾ വരും. അവരുടെ പ്രത്യേകത യുഖർരിബൂന ശിറാറന്നാസി, അവർ മോശക്കാരായ ആളുകളെ സ്വന്തക്കാരാക്കി മാറ്റും എന്നാണ്. അതാണ് ഈ ഹദീസിന്റെ പൊരുൾ. നമുക്ക് അങ്ങനെ മോശക്കാരായ ആളുകൾ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്തും, അഭിപ്രായം പറയുന്നിടത്തും, സങ്കടം പറയുന്നിടത്തും, നമ്മുടെ സന്തോഷം പങ്കിടുന്നിടത്തും, ഷെയറിന്റെ ഏതൊക്കെ മേഖലയുണ്ടോ അവിടെയൊക്കെ തോളിൽ കൈവച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടോ എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടുന്ന ഏറ്റവും വലിയ തെറ്റാണ്. തെറ്റായ ലക്ഷ്യമുള്ളവരാണ്
മോശക്കാരായ ആളുകളെ അടുപ്പിക്കുകയും ഒപ്പം നിർത്തുകയും ചെയ്യുക. അപ്പോ നമ്മളടുത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനുമായി കൂട്ടുകൂടുന്നത് എന്ന് സ്വയം തിരിച്ചറിയണം. ജീവിത വിശുദ്ധി പാലിക്കുന്ന ആളുകളെ ഇത്തരം ആളുകൾ അകറ്റുകയും വെറുക്കുകയും ചെയ്യും. കാരണം സജ്ജനങ്ങൾ ദുർജനങ്ങളെ തിരുത്തുന്നവർ ആയിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അർറജുൽ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അലാ ദീനി ഖലീലിഹി, അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി ഉപയോഗിച്ച വാക്ക് ദീന് എന്നാണ്. ദീനുൽ ഇസ്ലാം, ദീന് പൂർത്തീകരിക്കാനാണ് പ്രവാചകൻ വന്നത്. ആ ദീൻ എന്ന വാക്കാണ് റസൂലുള്ളാഹി കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ചത്. അവൻ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഫൽയൻദുർ, അവൻ സ്വയം പരിശോധിക്കട്ടെ, അഹദുക്കും മയ്യുഖാലിൽ, ആരോടാണ് എന്റെ കൂട്ടുകൂടൽ എന്ന് അവൻ പരിശോധിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ ചിന്തിക്കണ്ട. ജീവിതത്തിൽ തെറ്റു ചെയ്യുന്ന തിന്മയുള്ള ആളുകളാണ് നമ്മുടെ കാര്യങ്ങളിലെ തീരുമാനമെടുക്കാനും നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരുമെങ്കിൽ ഒരിക്കലും നന്മയുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പൂർണ്ണമായി നമുക്ക് പറ്റില്ല. എന്നാൽ നന്മയുള്ള കൂട്ടുകാരെ സ്വീകരിച്ചു നോക്ക്. ഒരു ചരിത്രം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഇഷ്ടപ്പെട്ടത്, അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ അനുചരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകനാകുന്നതിന് മുമ്പ് പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ്. എന്തേ ആ രണ്ടു പേരെ ഒന്നിപ്പിച്ച ഘടകം? അതാണ് ചരിത്രത്തിന്റെ പാഠം. അന്ന് മക്കയിൽ വ്യഭിചരിക്കാത്തവർ, തോന്നിവാസം കാണിക്കാത്തവർ, മദ്യപിക്കാത്തവർ, ചൂതാട്ടം നടത്താത്തവർ, ബഹുദൈവാരാധന നടത്താത്തവർ, അമ്പും വില്ലും ഉപയോഗിച്ച് ഭാവി പ്രവചിക്കാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിന്റെ ആൾക്കാരായിരുന്നു. അതിൽ നിന്ന് മാറി ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങനെയുള്ള ഒരാളെ കണ്ടത് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖിനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സ് വരെ നബി ആയിട്ടില്ലല്ലോ. നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ. എന്താ വിശുദ്ധ ഖുർആൻ അത്തരം നല്ല ബന്ധങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം എന്നറിയോ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ആദ്യമായി ഇസ്ലാമിലേക്ക് മുന്നോട്ട് വന്ന മുഹാജിറുകളും അൻസാറുകളും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സൽക്കർമ്മം കൊണ്ട് അവരെ പിന്തുടരുകയും ചെയ്തവരും. എന്നാ മുഅ്മിനീങ്ങൾ അങ്ങനെ നല്ല ആളുകളായി, നല്ല മനുഷ്യരായി സ്വീകരിച്ച ആളുകളെ കുറിച്ച് അല്ലാഹു പറയാ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടു. എന്താ പ്രതിഫലം? വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ, ഒരിക്കലും നശിച്ചു പോകാത്ത ശാശ്വതമായ സ്വർഗ്ഗത്തിൽ അവർ എന്നെന്നും വസിക്കുന്നവർ ആയിരിക്കും. ദാലികൽ ഫൗസുൽ അളീം, അതാണ് വല്ലാത്ത വാക്ക്. ഒരു മനുഷ്യനെ നേടിയെടുക്കാവുന്നതിൽ വെച്ച് മഹത്തരമായ വിജയമത്രേ അത്. മരണത്തിന് ശേഷം പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രവചിച്ചത്, ലിക്കുല്ലി നബിയ്യിൻ ഹവാരിയ്യൻ, എല്ലാ പ്രവാചകന്മാർക്കും അനന്തരാവകാശികൾ ഉണ്ടാകും, ഹവാരിയങ്ങൾ ഉണ്ടാകും, സംഘമുണ്ടാകും. എന്ന് പറഞ്ഞാൽ നബിമാരെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. എന്നാൽ തിന്മയുടെ കൂടെ പോകുന്നവരെ ഞാൻ അവിടെ നിന്നില്ലെങ്കിലും അവൻ എന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അവന്റെ തിന്മയുടെ ഓരം ചേർന്ന് രഹസ്യമായി പകലിൽ നന്മയും രഹസ്യമായി തിന്മയും ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് മനുഷ്യൻ ചില ബന്ധങ്ങളിലൂടെ എത്തും. എത്താനുള്ള സാധ്യത പിശാച് ഇവിടെ ഉള്ളിടത്തോളം കാലം ഉണ്ട് എന്ന് നമ്മൾ അറിയണം. മറ്റൊന്ന് സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു കാര്യം ആരാധനകൾ ഇപ്പൊ എങ്ങനെ? നിസ്കാരം, അത് സമയനിഷ്ഠയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടല്ലോ, ലയഅതിയന അലൈക്കും ഉമറാഉൻ യുഖർരിബൂന ശിറാറൻ നാസ്, തെറ്റായ മോശപ്പെട്ട ആളുകളെ അടുപ്പിച്ച് കൂട്ടുകാരാക്കി കൊണ്ടു നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും പറഞ്ഞില്ലേ? ആ ഹദീസിന്റെ ബാക്കി യുഅഖിറൂന സ്വലാത്ത അൻ മവാഖീതിഹാ, അത്തരം മനുഷ്യൻ എന്തായിരിക്കുന്നവരോ? നിസ്കരിക്കും, പക്ഷേ വഖ്ത് തെറ്റിച്ചുകൊണ്ട് യുഅഖിറൂന, അവർ പിന്തിച്ചു കളയും, അസ്വലാത്ത നിസ്കാരത്തെ, അൻ മവാഖീതിഹാ, അതിന്റെ സമയങ്ങളിൽ നിന്ന് അവർ തെറ്റിച്ചു കളയും എന്നാണ്. അതെ, നിസ്കരിക്കാൻ
വീട്ടിൽ നിസ്കരിക്കാലോ, സുബൈ അപ്പൊ തന്നെ നിസ്കരിക്കണം, കുറച്ചായിട്ട് നിസ്കരിക്കാലോ. ഇങ്ങനെ നിസ്കാരത്തെ അങ്ങോട്ട് നശിപ്പിച്ച് കളയും. വിശ്വാസികളെ, നമസ്കാരം ഒരു കെട്ടാണ്. നമസ്കാരം ഒരു കെട്ടാണ്. അത് പൊട്ടിയാൽ, അത് മുഖേന, അത് അഴിച്ചു പോയാൽ അത് മുഖേന അവൻ സ്വയം നശിക്കുമെന്ന് നമ്മൾ അറിയണം. കാരണം അങ്ങനെ തലമുറ വരുമെന്ന് അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, എന്നിട്ട് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു പിൻതലമുറ വന്നു. സഹാബത്തിന് ശേഷം വേറൊരു തലമുറ വന്നു. നമ്മെ കുറിച്ചാണോ? അവർ നമസ്കാരം പാഴാക്കുന്നവരാണ്. വത്തബഉ ശഹവാത്ത്, തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവരാണ്. ഫസൗഫ യൽഖൗന ഗയ്യ, ദുർമാർഗത്തിന്റെ ഫലം അവർ വഴിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. ആരെ കുറിച്ചാ പറഞ്ഞത്? മുസ്ലിമീങ്ങളെ കുറിച്ചാ. മുസ്ലിങ്ങളല്ലേ നിസ്കരിക്കുള്ളൂ, അല്ലേ? അവർക്കല്ലേ നിസ്കാരമുള്ളൂ. ആ ആളുകളെ കുറിച്ച് പറയുമ്പോ ഈ പള്ളിയിൽ കൂടി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ, നമ്മളെ കുറിച്ചാണോ ഇത്? ഈ ഒരു അളവുകോലുകൾ വെച്ച് സ്വയം മനസ്സിനെയും തന്റെ പരിസരത്തുള്ള കൂട്ടുകാരെയും തന്റെ ഇബാദത്തിനെയും ഒന്ന് കണ്ണടച്ച് ചിന്തിച്ച് പരിശോധിച്ചാൽ ചില തിരുത്തലുകളും ചില തീരുമാനങ്ങളും അനിവാര്യമായിട്ടുണ്ട് മരണത്തിന് മുമ്പ് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടും. ആ സ്വയം ബോധ്യപ്പെടലാണ് ഈമാനിന്റെ ലക്ഷണം. ആ ഈമാനിനെ ഊതിപ്പാറ്റി നിറമുള്ള, തിളക്കമുള്ള, വെളിച്ചമുള്ള, പ്രകാശമുള്ളതാക്കി മാറ്റി അതിന്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോയി മരണത്തെ പുൽകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ പരിശോധിക്കാൻ സ്വയം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡം നമസ്കാരമാണ്. ഈ നമസ്കാരം ഒന്ന് പാഴാക്കി കളയുന്നവർ, രണ്ട് സമയം പിന്തിക്കുന്നവർ, അത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ഇച്ഛകൾക്ക് പിന്നാലെ അവൻ കടന്നു പോകും. പിന്നെ അവന്റെ പേര് മുസ്ലിമല്ല, മുഅ്മിനല്ല. അല്ലാഹു അവന് വേറെ പേര് കൊടുത്തു, അതാണ് മുനാഫിഖ്. ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും കപടവിശ്വാസികൾ, യുഖാദിഊന അല്ലാഹ്, അല്ലാഹനെ വഞ്ചിക്കാനാ നോക്കണേ. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിച്ചാലും കൂലിട്ടും, എങ്ങനെയെങ്കിലൊക്കെ നോമ്പൊറ്റാലും കൂലിട്ടും, നുണ പറഞ്ഞതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ കൂലിട്ടും, അതൊക്കെ പൊറുക്കും. ഇങ്ങനെ അല്ലാഹനെ അല്ലാഹനെ തന്റെ വരുതിക്ക് നിർത്താൻ അങ്ങനെ വഞ്ചിക്കാൻ വിചാരിച്ച ആളുകളുണ്ട്. അള്ളാഹിന് മറുപടി പറഞ്ഞ എന്താ അറിയാം? അവർ സ്വയം വഞ്ചിച്ചില്ലാതെയാണ് ചെയ്യുന്നത്. എന്താണ് ആ വാക്ക്? വിശ്വാസികളെ, ഖുർആനെടുത്ത് ഇതാണ് വായിച്ചാണല്ലോ കണ്ണിന്ന് വെള്ളം വരും. കാരണം ഈ പണി ചെയ്യുന്ന ആൾക്കാരാ മഹാഭൂരിപക്ഷം. നമ്മൾ അതിൽ പെടാതിരിക്കാൻ പരിശ്രമിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വയം വഞ്ചിതരായി സ്വയം നശിച്ചു പോവുക. എന്നിട്ട് അല്ലാഹ് അങ്ങനെ സ്വയം വഞ്ചിക്കപ്പെടുന്ന ആളുകൾ എന്താ? ഇദാ ഖാമൂ ഇല സ്വലാ, നിസ്കാരത്തെ കുറിച്ച് അവിടെയും പറയണേ. അവരിങ്ങനെ നിസ്കാരത്തിൽ കൊണ്ട് എഴുന്നേറ്റെന്നാൽ ഖാമൂ കുസാല, വളരെ ലേസി, അശ്രദ്ധരായി ഇങ്ങനെ നിസ്കരിക്കും. റുക്കൂഉം സുജൂദൊക്കെ മൂലേരുണ്ടാവുകൊണ്ട് തെറ്റാതെ അങ്ങനെ മുന്നോട്ട് പോകും. അവരുദ്ദേശം എന്തുള്ളൂ? യുറാഊന നാസ്, ജനങ്ങളുടെ ഇടയിൽ ഒരു നിസ്കാരക്കാരനാണ്, നിസ്കരിക്കണവനാണ്, തിരക്കടില്ല എന്ന് തോന്നിപ്പിക്കണം. അതേ ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ പോയിന്റതാ. ആൾക്കാരുടെ മുമ്പിൽ വലിയ സ്ഥാനമൊക്കെ ഉണ്ടാവും, അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, ഓല് എത്ര നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞാലും അള്ളാഹിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും വളരെ കുറച്ച് ഓർമ്മ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്നെന്താ അറിയോ? പരലോകത്തൊരു പേടി ഉണ്ടാവില്ല ഈ കൂട്ടരാളുകൾക്ക്. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? നിസ്കാരം ഭയങ്കര കനായിരിക്കും. സുബഹി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ജമാഅത്ത് എത്തൂല. അതിന് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ഇരുന്ന് ഒരു പ്രാർത്ഥിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞു കിട്ടിയെങ്കിൽ അവൻ തന്നെ സ്വയം ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെയാണ് നിസ്കരിച്ചാളെ. ഭയങ്കര ഭാരം. അല്ലാഹ് പറയാ, വസ്തഈനു ബിസ്സുബ്രി വസ്സലാ, വിശ്വാസികളെ നിങ്ങൾ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാര്യം എന്താ അറിയോ? ഒന്ന് നിസ്കാരാണ്. വസ്തഈനു, അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടണം. ബിസ്സുബ്ർ, ക്ഷമ കൊണ്ട്. വസ്സലാ, നിസ്കാരം കൊണ്ട്. വഇന്നഹാ ലകബീറ, ഈ രണ്ട് കാര്യം വലിയ വിഷയമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കല്ലാത്തവർക്കൊക്കെ ഇത് വളരെ കനമുള്ള കാര്യമാണ് എന്ന് അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. കനുണ്ടോ? അതോ നിസ്കരിക്കുമ്പോ ഒരു സന്തോഷം, പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വല്ലാത്ത ആഹ്ലാദം,
ഒരു നിസ്കാരം കഴിയുമ്പോൾ ഒരു നിരാശ, പടച്ചോനെ ഒരു ളുഹർ കഴിഞ്ഞില്ല, ഈ ളുഹർ ഇനി കിട്ടൂലല്ലോ. ഒരു അസർ വരുമ്പോ ഒരു അസറും കൂടി ഞാൻ കൂട്ടരെ ഈ റോട്ടിലെ ഒരു സൈക്കിളിൽ നിന്ന് ഒരു കല്ല് തട്ടി വീണ കഴിഞ്ഞില്ല നമ്മളെ കഥ. ഈ റുക്കോയും സുജൂദ് പിന്നെ ചെയ്യാൻ പറ്റുമോ? മലന്ന് കടക്കൂലേ ചിലപ്പോ, ആയുസുണ്ടെങ്കിൽ തന്നെ. അള്ളാഹ് കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഓരോന്ന് കഴിഞ്ഞു പോകുമ്പോഴും ഒരു നഷ്ടം, ഒരു വേദന മനസ്സിലുണ്ടാവും. അടുത്തത് കിട്ടും ഒരു സന്തോഷം. അതാണ് ഈമാനുള്ളവന്റെ ലക്ഷണം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നേരം നിശ്ചയിച്ച് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിസ്കാരം. അല്ലാതെ എപ്പോഴെങ്കിലും സുബൈ ളുഹറിന്റെ കൂടെ ഖളാ ആക്കി, ളുഹർ അസറിന്റെ കൂടെ ഖളാ ആക്കി അള്ളാഹ്ക്ക് ഇതെന്തോ ഒരു നമ്മള് കാര്യമായിട്ട് ചെയ്തു കൊടുക്കണ ലോഡിംഗ് പരിപാടി പോലെ ആക്കിയിട്ടൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. മൻ ഹാഫള അലൈഹ, ആരെങ്കിലും നമസ്കാരത്തെ സൂക്ഷിച്ചാൽ കാനത്ത് ലഹു നൂറാ, നിസ്കാരം ശരിക്കും നിർവഹിച്ചോ അള്ളാഹ് അവന് ജീവിതത്തിൽ ഒരു പ്രകാശം നൽകും. ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുവാനുള്ള മനോധൈര്യം നൽകും. ഏതൊരു പ്രശ്നത്തെയും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകും. വബുർഹാന, പ്രമാണമുണ്ടാകും അവന്റെ മുമ്പിൽ. എങ്ങനെ പോണ്ടത്, എങ്ങനെ ജീവിക്കേണ്ടത്, ആരിലേക്ക് നോക്കേണ്ടി വരില്ല. കൃത്യമായി അവൻ അള്ളാഹ് കൊടുക്കുന്നത്. നിസ്കാരം ശരിയാക്കിയാലെന്ന് നോക്കൂ നിങ്ങൾ. മക്കയിലെ മുശ്രിക്കുകളൊക്കെ അള്ളാഹിന്റെ റസൂലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. പ്രവാചകന്റെ മനസ്സിങ്ങിട്ട് ഇടുങ്ങി. ഒരു ഘട്ടത്തിൽ റസൂൽ പറയാൻ, ഞാൻ ആത്മഹത്യ ചെയ്തെങ്കിൽ വരെ ചിന്തിച്ചു. അവരൊക്കെ പറയണ കേട്ടിട്ട്, പ്രവാചകരെ താങ്കളുടെ മനസ്സിങ്ങനെ ഇടുങ്ങുന്നുണ്ടല്ലേ? അള്ളാഹ് ചോദിക്കാം, എന്താ പരിഹാരം പറഞ്ഞതാണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നീ നിന്റെ റബ്ബിനെ തസ്ബീഹ് ചൊല്ല്. വകും മിനസ് സാജിദീൻ, നീ ധാരാളമായ സുജൂദ് നിർവഹിക്കുക. പരിഹാരം പറഞ്ഞു കൊടുക്കുക. ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആ പരിഹാരം സഹോദരങ്ങളെ, മാനസിക ക്ലേശങ്ങൾക്ക് അല്ലാഹ് പരിഹാരം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ദിക്റുകൾ ചൊല്ല്, കൃത്യമായി നമസ്കരിക്ക്, ധാരാളം സുജൂദ് ചെയ്യ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഫഅ്ബുദ്, നീ ആരാധന നിർവഹിക്കണം. റബ്ബക, നിന്റെ രക്ഷിതാവിനെ, ഹത്താ യഅതിയൽ യഖീൻ, നിന്റെ മരണം അവസാന ശ്വാസം വരിക്കുന്നത് വരെ, ആ നിമിഷാർദ്ധം വരെ നീ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലി സുജൂദിൽ വീണ് അല്ലാഹുവിനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോ. നിനക്ക് സ്വർഗമുണ്ട്, നിന്റെ വഴി വെളിച്ചമുള്ളതായിരിക്കും എന്ന് അല്ലാഹ് പഠിപ്പിക്കുക. ഈ 4 മാനദണ്ഡം വെച്ച് സ്വയം ഒന്ന് പരിശോധിക്കാൻ ഈ ഒരു വർഷം നമുക്ക് കാരണമായി തീരേണ്ടതുണ്ട്. അങ്ങനെ സ്വയം വിലയിരുത്തി, നമുക്ക് സ്വന്തത്തെ പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി നന്മയുടെ വഴികൾ പുതുതായി തെരഞ്ഞെടുത്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ വഴികാട്ടിയാണ്, പ്രവാചകൻ നമുക്ക് മാതൃകയാണ്. രണ്ടും സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ പേരാണ് മുഅ്മിൻ, അവനാണ് സ്വർഗാവകാശി. അള്ളാഹു അത്തരം മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, ഭർത്താക്കന്മാർ, എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവിന്റെ കലിമ ചൊല്ലി അള്ളാഹുവിന്റെ മലക്കുകളെ സന്തോഷത്തോടു കൂടി കണ്ട് സലാം മടക്കി ആ ഖബർ വിശാലമാക്കപ്പെടുന്ന ഉന്നതരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.